യോ ഹൊമേസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകണം മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 5. ഇന്ന് നമ്മളുടെ പരിപാടി ഒരു ഡയമണ്ടിൻ്റെ ഒരു ആക്സ് വേണം. ഇപ്പോൾ സോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ആർമറും വേണം. അതിനായിട്ട് നമുക്ക് കുറച്ച് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 2 വിധം ബ്ലോക്ക് വെച്ച് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഒത്തിരി നേരം എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്യും. ഉറപ്പൊന്നുമില്ല ഞാൻ കട്ട് ചെയ്യുമെന്ന്. ചിലപ്പോൾ കട്ട് ചെയ്യും, ചിലപ്പോൾ കട്ട് ചെയ്യത്തില്ല. നമുക്ക് കുറച്ച് അടിയിലോട്ട് പോയിട്ട് ഞാൻ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ചാവുന്നതൊക്കെ എന്താണ് കട്ട് ചെയ്യുവേ. പിന്നെ കുറേ വില്ലേജ് ഗൈസ്, അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിന് നല്ല വുഡൊക്കെ വേണം. കാരണം എന്തായാലും പിക്കാക്സ് ഒക്കെ ഒടിഞ്ഞു പോയാൽ നമുക്ക് ആദ്യം വേണ്ടിയത് ക്രാഫ്റ്റിംഗ് ടേബിൾ. അതിനകത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിന്നെ സെക്കൻഡ് കാര്യം സ്റ്റിക്സ്. ഈ മൈനിങ്ങിന് പോകുമ്പോൾ ഞാൻ സ്റ്റോൺ പിക്കാക്സേ യൂസ് ചെയ്യത്തുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഒരു കുറച്ച് സ്റ്റിക്സും അത്യാവശ്യമാണ്. നമ്മുടെ ഫാമിലോട്ട് കുറച്ച് ഇതൊക്കെ വേണം. വീറ്റെല്ലാം മറ്റേ സാധനം ഇത് വരുന്നതിൻ്റെ പേര് വീറ്റിൻ്റെ കൂട്ടത്തെ ഒരു സാധനമാണ്. അതാണ്ട് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറ്റ വുട്ട് മതി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ. ഇന്ന് നമുക്ക് ഈ അയൺ ആർമർ ഫുള്ളാക്കണം. എന്തായാലും അയൺ ആർമർ ആക്കണമെങ്കിൽ ആദ്യം വേണ്ടിയത് നമുക്ക് ഒരു നല്ലൊരു അയണിൻ്റെ പിക്കാക്സ്. ഇതാണെങ്കിൽ ഡ്യൂറബിലിറ്റി ഇപ്പം തീരുന്ന പോലെ, അല്ലെങ്കിൽ പിക്കാക്സ് ഇപ്പോൾ ബ്രേക്ക് ആവത്തില്ല പോലെ ഇരിക്കുന്നു. പിന്നെ ഈ എൻ്റെ വീട് ഞാൻ അന്ന് ക്രീപ്പർ പൊട്ടിച്ചപ്പം സ്ഥലമൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി റീബിൽഡ് ചെയ്തു. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടാക്കി. പിക്കാക്സ് മാറിപ്പോയി. ഇത് വെച്ച് അടിച്ചാൽ നമ്മുടെ ഇത് പൊട്ടത്തില്ല. പിന്നെ ഫർണസും അത്യാവശ്യമായിരിക്കും. പിന്നെ ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഡേ എന്ന് വെച്ചാൽ ഡേ 13. പിന്നെ വൈ ലെവൽ ഇപ്പോൾ 56. മാക്സിമം നമുക്കൊരു -1 എത്തണം. ഗൈസ്, കോള് കിട്ടിയാൽ നമുക്ക് അടിയിൽ ചെന്നിട്ട് ഫർണസ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അയൺ ഉരുക്കിയിട്ട് എടുക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഡയമണ്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടറിയണം. പിന്നെ ആരും സ്കിപ്പ് അടിക്കരുത്. നമുക്ക് 300 സബ്ബാണ് അടിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയായിരിക്കും. ഇനി നമുക്ക് ഇത് ഫുള്ളും മൈൻ ചെയ്തിട്ടുണ്ട്. ഈ കോളാണെങ്കിൽ പൊട്ടിച്ചാലും തീരത്തില്ല. അത്രയ്ക്ക് എണ്ണമാണ്. സ്റ്റിക്സ് എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. 7 സ്റ്റിക്കേ ഉള്ളൂ. ചിലപ്പോൾ 1-2 പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഇത് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് നേരെ ഇതാക്കാം. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഇതാക്കണം, മൈൻ ചെയ്യണം. ഇനി നമുക്ക് വീണ്ടും മൈൻ ചെയ്യാം. ഈ സ്റ്റോൺ വെച്ച് മൈൻ ചെയ്യാം. നമുക്ക് വൈ ലെവൽ 53, 52 എത്തണമെങ്കിൽ ഇനിയും ബ്ലോക്സ് പൊട്ടിക്കണം. -52. ഗൈസ്, ഞാനില്ലേ ഒരു കേവ് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ കുറച്ച് എൻ്റെ മൈനിങ് ആണ് 2x
ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ഡയമണ്ട്സ് കണ്ടുപിടിക്കണം. ഇന്നത്തെ നമ്മുടെ ഗോളെന്ന് വെച്ചാൽ കുറച്ച് ഡയമണ്ട്സ് ആവശ്യമുണ്ട്. ഒരു ആക്സ് ഉണ്ടാക്കണം നമുക്ക് ഡയമണ്ടിൻ്റെ. അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. നമുക്ക് ഇവിടെ നിന്ന് നല്ലതായിട്ട് ഇറങ്ങാൻ പറ്റണം. അതിനൊരിത് ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റിൽ കുറച്ചൊക്കെ ഞാനൊരു പ്രോ പ്ലെയർ തന്നെ. പ്രോ അല്ല, നൂബ്, ഒരു ബിഗിനറാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ. ഇപ്പോഴും മൈൻക്രാഫ്റ്റിൽ പകുതി കാര്യങ്ങൾ എനിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. കുറച്ചൊക്കെ എനിക്കറിയാം. എന്താണ് ഈ അപ്ഡേറ്റ് ഒന്നും ഞാൻ നോക്കാറില്ല. മൈൻക്രാഫ്റ്റിലാകെ ഞാൻ കുറച്ച് ബിൽഡൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതാണ്. നമുക്കെന്തായാലും ഇനി ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് അയണൊക്കെ എടുത്തിട്ട് അയൺ ആർമർ പിന്നെ ഡയമണ്ട് ആക്സ്, ഇത് രണ്ടുമാണ് ഗോള്. ഇവിടെ ഒത്തിരി അയണുണ്ട്. ഇതൊക്കെ ഇന്ന് പൊട്ടിച്ച് തരത്തില്ല. കുറേയൊക്കെ ഞാൻ കളയുക. ഹായ് സ്പൈഡർ. ഓ സോംബി. ഇവിടെയൊക്കെ കുറേ വെട്ടം വയ്ക്കാം. ഇല്ലെങ്കിൽ ഇവിടെ സോംബീസൊക്കെ വീണ്ടും സ്പോൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്കത് വലിയൊരു കഷ്ടമാണ്. ഇവിടെ കുറച്ച് അയണിരിപ്പുണ്ട്. ഈ പിക്കാക്സും കൊണ്ട് പൊട്ടിക്കാം. അല്ലേ വേണ്ട, മറ്റേത് കൊണ്ട് പൊട്ടിക്കാം. മറ്റേതിൻ്റെ ഡ്യൂറബിലിറ്റി തീർന്നാൽ പിന്നെ വെടിവെക്കാൻ ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വലിയൊരു കേവുണ്ട്. നമുക്ക് മറ്റേ വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്താലോ? അതെ, ഞാനിവിടെ വെള്ളം വെച്ചതാ. ഇതെന്ത് കഷ്ടം. ഞാൻ ആ കേവിലോട്ട് ചെന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ കേവിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തത്ത എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് ഐ നോ ദിസ് മൈൻക്രാഫ്റ്റ്. എന്തായാലും നമുക്ക് ഇവിടെയും കുറച്ച് അയൺ ഇരിപ്പുണ്ട്. എല്ലാം എടുത്തിട്ട് പോവാം. ഇതൊക്കെ ഇന്ന് പൊട്ടിച്ച് തരാനാണോ എന്താ? ഈ ഡീപ്പ് സ്ലേറ്റിൻ്റെ അയൺ പൊട്ടിക്കാൻ പാടാ. ഡീപ്പ് സ്ലേറ്റ് പൊട്ടിക്കാൻ തന്നെ ഒരു 10 മണിക്കൂർ കൊടുക്കും. അത് വേറൊരു കാര്യം. അതാണ്ട് അവിടെയും ഒരു അയൺ ഇരിക്കുന്നു. ഇത് പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ മറ്റേ ഇതിൻ്റെ റീസോഴ്സും കയറിയിട്ടുണ്ട് എൻ്റെ ഇൻവെൻട്രിയിലോട്ട്. നമ്മുടെ അയണിൻ്റെ അല്ല, ഡീപ്പ് സ്ലേറ്റിൻ്റെ അയണ്. നമുക്ക് ഫുള്ള് ആർമർ ഉണ്ടാക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര അയണായോ എന്തോ. ഇനി ഒറ്റ ബ്ലോക്കും കൂടെ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ ഇതിൽ. ബ്രേക്സ് നെക്സ്റ്റ് ബ്ലോക്ക് പെട്ടു കത്തം. ഓക്കെയാ. നമുക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. നല്ലൊരു കേവ് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ കുറേ അയൺ ഇരിപ്പുണ്ട്. ആദ്യം വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ഫർണസ്, പിന്നെ കുറച്ച് അയൺ ഉണ്ടാക്കണം. അതൊക്കെയാണ് മെയിൻ സിറ്റുവേഷൻ. പിന്നെ നമ്മുടെ ഒന്ന് വെച്ചാൽ അപ്പുറത്ത് 2 കൂടുതൽ വരും. എന്ത് കഷ്ടം ഇത്. ഇവിടെ ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു. ഡെഡ് എൻഡ് തന്നെ. എന്തായാലും ഇവിടെ നിന്ന് സ്പോൺ ആവണ്ട. നമ്മുടെ ഡേ 14. ഇപ്പം ചാവും ഞാൻ ചിലപ്പോൾ. നമുക്കെന്തായാലും ഇമാരെ കൊല്ലാം. ആരെ സ്ഥലം ഇവിടെ. ഞാൻ ഫ്രീ ഫയർ പ്ലെയറാടാ. ഫ്രീ ഫയർ പ്ലെയർ. റോബ്ലോക്സ്. ഇവനെ ആദ്യം കൊല്ലണം. ഇവനെ കൊന്നാലേ എനിക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അയണിൻ്റെ സ്പിയർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 2 ഹാർട്ടും ഉണ്ട്, ഞാനും ഉണ്ട്. കഷ്ടം. ഇവിടെ മൊത്തം ആ ഡ്രിപ്പ് സ്റ്റോണാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതന്നേ ഉള്ളൂ. ഈ ഡാമേജാ. നീ ഇതിനെ മണ്ടക്കി കയറണം വലിഞ്ഞ്. ഒരു ഡെഡൻഡിലോട്ട് വെറുതെ ഞാൻ പോയി. ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് മൈൻക്രാഫ്റ്റിൽ ടോർച്ച് വെച്ചാൽ കളിക്കേണ്ടതെന്ന്. ബേബി സോംബി കത്തം. ഓകെയാ. അങ്ങനെ നമ്മൾ വീണ്ടും റിസ്പോൺ ആയിട്ടുണ്ട്. ഞാൻ തോറ്റു കൊടുക്കൂല. എൻ്റെ കയ്യിൽ ഡയമണ്ട് ആർമറൊന്നുമില്ല. ഇവിടെ താണ്ട് ഒരു 3 പൂട്ടിക്കിടക്കുന്നു. കഷ്ടം. പാവങ്ങൾ ഇവിടെ ചത്ത് കിടക്കുക. എന്ത് ചെയ്യും ഇനി അവർ? വീറ്റ് ഇനിയും എനിക്ക് 3 എക്സ്ട്രാ വേണം. വേണമെങ്കിൽ ഇറങ്ങിപ്പോ. അത് മറ്റേ എൻചാൻറ്റിങ്ങിൻ്റെ വില്ലേജാണ്. എൻചാൻ ടേബിളല്ല. നമുക്ക് ഇത്രയും ഇറങ്ങാനുണ്ട്. നമ്മൾ ഒത്തിരി കുഴിച്ചെത്തായാലും F1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നേരെ അടിയിലോട്ട് പോകണം. വാട്ടർ വെച്ചൊറ്റ അടിക്ക് പോകാൻ പറ്റും. എൻ്റെ അമ്മയെ മറ്റേ സാധനം എന്ത് വരുന്നതിൻ്റെ പേര്? ക്രീപ്പർ. ഇപ്പം ചത്തേനെ.
ഗൈസ് നമ്മൾ ചത്ത സ്ഥലം എവിടെയായിരുന്നു നേരത്തെ, അതാദ്യം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയൊരു സ്ഥലമാണ്, വലിയൊരു കേവാണ് ഇത്. ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട്. ഈ ടോർച്ച് വെച്ചുകൊണ്ടാണ് സ്ഥലങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ആണെങ്കിൽ അയണും ഡ്രിപ്പ് സ്റ്റോണും മാത്രമേ ഉള്ളൂ. അതാണ്ട് ഒരു പിക്കാക്സ് ഉണ്ട് അയണിൻ്റെ, ഇതിപ്പോൾ പൊട്ടുന്നേ. അതാ മെയിൻ പ്രശ്നം. എൻ്റെ മറ്റേ പിക്കാക്സ് എന്ത് ചെയ്യാൻ ഇതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പിക്കാക്സ് വെച്ച് കുറേ പരിപാടിയുണ്ട്. ഇത് ഇവിടെ ഫുള്ളും ഡ്രിപ്പ് സ്റ്റോണാണ്. ഇത് വെച്ച് ഡാമേജ് എടുക്കും. ഞാൻ വെറുതെ ചത്തേനിപ്പോൾ. ഇവിടെ എങ്ങാണ്ട് ഗോൾഡ് എങ്ങാണ്ട് ഇരിപ്പുണ്ടെന്ന് ഞാൻ കണ്ടത്. ഇവിടെ പോയി നമുക്ക് അയൺ ഇവിടെ നിന്ന് എടുക്കണം. അയൺ ഇല്ലാതെ കാര്യം നടക്കത്തില്ല. ബേസിക് ഐറ്റംസ് പോലും ഇല്ല. ഇത് പിന്നെ നമ്മുടെ പുതിയ സീരീസ് ആയതുകൊണ്ടാണ്. മറ്റേ സീരീസിലായിരുന്നെങ്കിൽ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടായിരുന്നു. ഡയമണ്ട് ആർമർ വിത്ത് ഡയമണ്ട് ടൂൾസ്, ട്രയൽ ചേമ്പർ ഫുള്ളും ആ വേൾഡിൽ എനിക്ക് കിട്ടിയത്. പക്ഷേ ആ വേൾഡ് എങ്ങനെയൊക്കെയോ എനിക്ക് ഡിലീറ്റ് ആയി. ഞാനത് കുറേ നോക്കി എൻ്റെ വീടൊക്കെ തപ്പാൻ. വീടൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. പകരം പക്ഷേ ഇല്ലേ, ആ ടൂൾസ് മാത്രം പോയില്ല. അത് മാത്രം എനിക്ക് മനസ്സിലാവാത്ത. ടൂൾസ് കഴിഞ്ഞ് ബാക്കി എല്ലാം പോയി ആ വേൾഡിൽ നിന്ന്. അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും മറ്റേ ഡെഡായ സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെന്താണ്, ഹങ്കർ കൂട്ടാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ബ്രെഡുണ്ട്. ഈ വില്ലേജേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇതൊരു ഡെഡ് എൻഡ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും നമുക്ക് പോവാം. അല്ല, ഇത് നമ്മൾ വന്ന വഴിയേ. ഞാൻ ചമ്മിപ്പോയി. അല്ല, ഇതെങ്ങോട്ടോ പോകുന്നുണ്ട്. ഇത് ഡെഡ് എൻഡാണ്. വെറുതെ പോയിട്ട് കാര്യമില്ല. നമുക്ക് തിരിച്ച് നേരത്തെ പോയ വഴി കൂടെ തന്നെ പോവാം. എന്തായാലും അതുവഴി കൂടെ പോകുന്നതാണല്ലേ. ഇവിടെയൊക്കെ ടോർച്ച് വെച്ചേക്കാം. ഇനി ഞാൻ വന്നതെന്ന് തന്നെ എനിക്ക് സംശയം കാണും. ഇവിടെയൊക്കെ ഞാൻ വന്നയാന്ന് മനസ്സിലാവാൻ വേണ്ടി ടോർച്ച് വയ്ക്കുന്നത്. ഇവിടെ ഒരു ടോർച്ച്. അതാണ്ട് ഇവിടെ ഗോൾഡ് ഇരിക്കുന്നത്. ഇത് എനിക്ക് ചാടാൻ പോലും പറ്റുന്നില്ല ഡ്രിപ്പ് സ്റ്റോൺ കാരണം. എനിക്ക് ഗോൾഡ് അല്ല വേണ്ടിയ ഡയമണ്ട്സ് ആണ്. ഒരു 3 ഡയമണ്ട്സ് വേണം. എന്നാലേ നമുക്ക് ആക്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഡയമണ്ട്സ് വേണം, ആർമറും പിന്നെ ടൂൾസും ഉണ്ടാക്കാൻ. ഇങ്ങനൊരു വലിയൊരു സ്ഥലമാണ് എനിക്ക് വേണ്ടി. ഒരു ടോർച്ചിങ് എടുക്കട്ടെ. ഒരു ടോർച്ച് കിട്ടി വെച്ചിട്ടുണ്ട്. ഒരു ടോർച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഫുള്ളും മോബ്സ് ആയിരിക്കും. പറഞ്ഞ പോലെ മോബ്സിനെ പറഞ്ഞതേ ഉള്ളൂ. ഒരു ക്രീപ്പർ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ക്രീപ്പറിനെ ഒന്നും നമുക്ക് പേടിക്കണ്ട. കാര്യം നമ്മുടെ ഫുൾ ആർമർ ടൂൾസ് അല്ലേ. അതുകൊണ്ടിരിക്കുന്ന കൊച്ചു കള്ളൻ ഡയമണ്ട്സ്. ഈ പിക്കാക്സിൽ ഒറ്റ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അരേ ക്രീപ്പർ, അരേ ബൈ, അരേ ക്രീപ്പർ ബൈ, ഞാനിപ്പോൾ വരാൻ നിങ്ങളെ തീർക്കാൻ. ക്രീപ്പർ ചെത്ത്. ഇനി ഇവൻ കൂടെ അങ്ങ് തീർത്താൽ മതി. ഗൈസ്, ഞാൻ ഇവിടെ ഇടയ്ക്കെങ്ങാണ്ട് ചാവുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു ഞാൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പം കാണിച്ചത്. ഇവിടെ എങ്ങാണ്ട് ചാവുന്നുണ്ട്. ഞാൻ പിന്നെ ലെങ്ത്തുള്ള വീഡിയോ ചെയ്യത്തുള്ളൂ. എൻ്റെ അമ്മയെ ക്രീപ്പർ അരേ സ്ഥലത്തേക്കും. അരേ ബായി, എന്തുവാണ് ബായി ഇങ്ങനെ? സ്വയം വന്നങ്ങ് പൊട്ടിത്തത്തുള്ളൂ. അതുകൊണ്ട് ഒരു സ്ലൈം വന്ന് ഒളിച്ചത്തേക്കുന്നു പാവം. ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഇവന്മാരെന്നെ അമ്പിട്ട് തന്നെ കൊല്ലും. ഇവരുടെയൊക്കെ ഈ സ്കെലിട്ടൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ അൺലിമിറ്റഡ് അമ്പിട്ട്. എനിക്കോ ആകെ ഒറ്റ എണ്ണ തിരിച്ചുള്ളൂ. മാറിക്ക് വില്ലേജർ തോമ്പി. ഇത് എന്ത് ശല്യം ഇത്. ഇറങ്ങി പോകണമെന്ന് ചോദിച്ചു. എൻ്റെ സ്വഭാവം മാറ്റണ്ടാക്കി. തീർത്തു, ഫിനിഷ്ഡ്. എന്താണ് ബ്രോ, ചാവണോ? What the heck? ദൈവമേ, ഈ സ്കെലിട്ടൻ ഇവനെ ഇന്ന് തീർത്തിട്ട്. എന്തായാലും ഈ നൈറ്റ് ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഗൈസ്, ഞാൻ അവിടോട്ട് ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കണു. നമുക്കിവിടെ അയൺ ഇവിടെ 7 സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്തിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് അയണിൻ്റെ പിക്കാക്സും കൊണ്ട് നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 2 ഡയമണ്ട്സ് ഉണ്ട്. 2 ഡയമണ്ട്സ് വെച്ച് ഞാൻ എങ്ങനെ ആക്സ് ഉണ്ടാക്കാനാണ്? ഇനിയും എനിക്ക് ഒരെണ്ണം അത്യാവശ്യമാണ്.
അതിന് ഇനി കണ്ടുപിടിക്കണം. നോക്കാം. എന്തായാലും ഇപ്പോൾ ഇച്ചിരി ലാഗ് അടിച്ചായിരുന്നു. അതിവിടെ എഴുതി കാണിച്ചില്ല, പക്ഷേ ലാഗ് അടിച്ചായിരുന്നു എനിക്ക് ചെറുതായിട്ട്. നമുക്കെന്തായാലും ഒരു അയണിൻ്റെ ആർമർ ഉണ്ടാക്കാം. ഒരു പാൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പാൻറ് ഉണ്ട്. ഇനി ചെസ്റ്റ് പ്ലേറ്റും എന്താണ് ഇതും വേണം. എന്തായിരുന്നു അതിൻ്റെ പേര്? ബൂട്ട്. അതുകൊണ്ട് ഇവിടെ കാണാം വല്ലോ ഡയമണ്ട്സ്. വേർ ഈസ് ഡയമണ്ട്സ്? ഡയമണ്ട് വാ ഓ, ഇതെവിടെ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നത്? എന്തായാലും നമുക്കിത് പൊട്ടിക്കാം. ഷവല് മാത്രമേ ഉള്ളൂ, ആക്സും ഇല്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ ആക്സ് ഉണ്ടാക്കാം. മിക്കവാറും ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി ഒറ്റ അടിക്ക് തീരുമായിരിക്കും. അതായിരിക്കും എൻ്റെ സംശയമില്ല, അത് തന്നെ ആയിരിക്കും. ഡയമണ്ട് കിട്ടി. ഇവിടെ ചാവരുത്. ഡയമണ്ട് എടുത്തിട്ട് ചാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിനകത്ത് കീപ്പ് ഇൻവെന്ററി ഓണാക്കിയിട്ടേക്കുക. ഒരു 2 ഡയമണ്ടെങ്കിലും മിനിമം കാണണേ. ഒറ്റ ഡയമണ്ട് തന്നെ ഞാൻ ചെയ്യണം. എല്ലാത്തിനെയും കൊണ്ടിട്ടുണ്ട്. ഈ വില്ലേജേഴ്സൊക്കെ എവിടെ വരുമോ? ഇവരൊക്കെ വില്ലേജേഴ്സൊക്കെ ഇത്രയും ബുദ്ധിയുണ്ട്. ഇപ്പോൾ ഇവിടം വരെ വരാൻ തുടങ്ങി. നേരത്തെ വില്ലേജിൽ കിടക്കുമായിരുന്നു, പിന്നെ വില്ലേജിൻ്റെ പുറത്തോട്ട് പോകും. ഇപ്പോൾ ഇവിടം വരെ വന്നു. ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ഡയമണ്ട് ആർമർ ഫുള്ളാവാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ അയൺ ആർമർ ആയിരിക്കും ഫുള്ളും. ഇവിടെ മിക്കവാറും ഞാൻ ചാവുന്നതായിരിക്കുന്നല്ലേ. ചത്താലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കീപ്പ് ഇൻവെന്ററി ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, സ്വയം അങ്ങ് ചാവാം. ആ സ്കെൽറ്റൻ്റെ കൈ കൊണ്ട് ചത്തും, പിന്നെ ബേബി സോംബിൻ്റെ ഒക്കെ കൈ കൊണ്ട് ചത്തും അടുത്ത് നമുക്ക് ഇവന്മാരെ കൊന്നിട്ട് നമുക്ക് സ്വയം അങ്ങ് ചാവാം. സ്കെലിട്ടൻ. ഈ സ്കെലിട്ടനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യണം. എൻ്റെ കയ്യിൽ വാട്ടർ ബക്കറ്റും ഉണ്ട്, മറ്റേ ബ്രെഡും ഉണ്ട്. ദാ കയറി വരുന്നുണ്ട്. മറ്റേ ഫ്രീ ഫയർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒന്നുമല്ല, അതിൽ ഫുൾ ഫൈറ്റ് ഓൺ ഫൈറ്റ്. അതാ അവസ്ഥ. നമുക്ക് സ്വയം അങ്ങ് ചാവാം. ബൈ. എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണം ആക്സ് ഉണ്ടാക്കാൻ. ഡയമണ്ട് ആക്സ് നമുക്ക് ഉണ്ടാക്കണം. ആക്സ് നമുക്ക് ഉണ്ടാക്കണം. വെരി ഡയമണ്ട് ആക്സ് കിട്ടി. പിക്കാക്സ് ഉണ്ടാക്കണമായിരുന്നു, കുഴപ്പമില്ല, ആക്സ് മതി. ഇപ്പോൾ നമ്മുടെ വീട് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഫുള്ള് നമുക്ക് കുറച്ച് ചെറിയ ബ്ലോസൊക്കെ വയ്ക്കണം. ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.